MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നിനടിമയായ നിരവധി പേരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ സൈക്കോളജിസ്റ്റ് M. ഷബീർ അലിയാണ് എന്നോടൊപ്പമുള്ളത്. അദ്ദേഹം മലപ്പുറം മിംഹാർ സൈക്കാട്രിക് ആശുപത്രിയിലെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്. ആദ്യം, നിരവധി കേസുകൾ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാകും. അതിൽ ഇപ്പോഴും ഓർമ്മയിലിരിക്കുന്ന കേസ് എന്താണ്? അതും അസാധാരണമായി പെരുമാറുന്ന തരത്തിൽ വന്ന കേസ് ഏതാണ്? മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വരുന്ന മൊത്തത്തിൽ സ്വഭാവത്തിൽ വലിയ മാറ്റമാണ് കാണുന്നത്. അതിൽ പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് സിന്തറ്റിക് യൂസ് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ പവർ കിട്ടിയെന്ന് തോന്നിയ ഒരു 24-കാരൻ്റെ ഒരു ഓർമ്മയാണ്. അവൻ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അവൻ്റെ രണ്ട് കൈയും മുറി വന്ന് അതിങ്ങനെ സ്മെല്ല് ചെയ്യുന്നൊരവസ്ഥയിലാണ് ഉള്ളത്. ഞാൻ എണ്ണി നോക്കിയപ്പോൾ 52 മുറിവുകളുണ്ട്. ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, ഒരിക്കൽ ലഹരി യൂസ് ചെയ്ത സമയത്ത് അവൻ്റെ കൈ എവിടെയോ തട്ടി. അപ്പോൾ അവന് വലിയ വേദന തോന്നിയില്ല. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്, എനിക്കെന്തോ ഒരു എക്സ്ട്രാ പവർ കിട്ടിയിട്ടുണ്ട്. കൈ തട്ടിയാൽ മാത്രമാണോ വേദന ഇല്ലാതിരിക്കുന്നത്? മുറിഞ്ഞു കഴിഞ്ഞ വേദന ഉണ്ടാകുമോ എന്ന സംശയത്തിൽ നിന്നാണ് കൈ മുറിച്ചു നോക്കുന്നത്. അങ്ങനെ ഓരോ തവണ ലഹരി ഉപയോഗിക്കുമ്പോഴും എൻ്റെ പവർ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ ഓരോ തവണ മുറിവ് ഏൽപ്പിച്ചതിൻ്റെ സിമ്പലാണ് അവൻ്റെ കയ്യിൽ കാണുന്നത്. മുറിവൊക്കെ മരുന്ന് വെച്ച് കെട്ടിയതിന് ശേഷം ലഹരിയും നിന്നപ്പോഴാണ് അവൻ്റെ കയ്യിൻ്റെ യഥാർത്ഥ ബുദ്ധിമുട്ട് അവൻ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. അതായത് പുതിയ ലഹരികൾ ആളുകൾ പണ്ടൊക്കെ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ കൂട്ടുകെട്ടിൽ പെട്ടുപോയി, അതും അല്ലെങ്കിൽ ടെൻഷൻ എന്ന് ഉപയോഗിച്ചതാണ്. ഇന്നങ്ങനെയൊന്നുമല്ല. എൻ്റെ കൂട്ടുകാരന് ഒരു എക്സ്ട്രാ എന്തോ എനർജി വന്നിട്ടുണ്ട്, അത് കിട്ടാൻ എക്സ്ട്രാ നോർമലല്ല. അപ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത് അബ്നോർമലാണ്. അബ്നോർമലായിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി തന്നെ ബോധപൂർവം ഡെലിബറേറ്റായിട്ട് ആളുകൾ ലഹരി ഉപയോഗിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞ 24-കാരൻ. ചികിത്സ എല്ലാം കഴിഞ്ഞ് അവന് വീട്ടിലേക്ക് പോയതിന് ശേഷമാണ് അവനക്ക് മനസ്സിലാകുന്നത്, അവൻ്റെ ഉമ്മയോടും വീട്ടിലുള്ള മറ്റുള്ള ആളുകളോടൊക്കെ അവനക്ക് അത്രയും കാലം ഉണ്ടായിരുന്നത് ഒരു തരം ദേഷ്യമാണ്. ആ ദേഷ്യത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്, ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് ഇവരൊക്കെ എന്നെ എന്തോ ചെയ്യാൻ വരുന്നു, എനിക്കെതിരെ എന്തോ പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ട് എന്നൊരു തോന്നൽ, നമ്മളതിനൊരു ഡെലൂഷൻ എന്ന് പറയാം. അത്തരം തോന്നലിൽ നിന്നാണ് അവൻ ചുറ്റുമുള്ള മുഴുവൻ ആളുകളുടെ ഒരു ദേഷ്യവും ഒരു വൈമനസ്യവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും ലഹരി ഉപയോഗിക്കുമ്പോഴേക്കും അവൻ്റെ സ്വഭാവം മാറണം. എന്നാൽ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് ഇവന് ബ്രെയിനിലുണ്ടാകുന്ന ഫംഗ്ഷൻ്റെ ഭാഗമായി ചുറ്റുമുള്ള ആളുകൾ ഇവനക്ക് ശത്രുവാണെന്നുള്ള ഒരു തോന്നലിൽ നിന്ന് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇത്തരം ആളുകൾക്കെതിരെ ഇവന് കത്തിയെടുക്കുന്നതും കൊലകളിലോട്ട് അത് മാറുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം. അങ്ങനെ ഒരു ഓർമ്മ ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഒരാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വീട്ടിൽ കിട്ടിയിരുന്ന ടൈം ഒരുപാട് കുറവായിരിക്കും, രക്ഷിതാക്കളുടെ അടുത്തുള്ള പ്രസൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വളർത്തി കൊണ്ടുവരുന്നൊരു ഫാമിലിയിലെ ഒരു വ്യക്തി ഫാമിലിയിൽ നിന്നും അകലുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, സംതിങ് ലഹരി ആവണമെന്നില്ല. ആ സംതിങ് എന്താണോ അതിന് പിന്നാലെ പോയ ലഹരി കിട്ടും നമുക്ക്. ആളുകൾക്ക് വീടിനകത്ത് എൻജോയ്മെൻ്റ് ഇല്ലെങ്കിൽ അവർ പുറത്തു പോകും. അപ്പോൾ നമ്മുടെ നാടുകളൊന്നും വീക്കെൻഡുകളില്ല, വീട്ടിലില്ല, ഉള്ളത് മാളിലും ബീച്ചിലും മാത്രമാണ്. ഈ ബീച്ചിൽ ആരാണ്? ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരുപാട് ആളുകളാണ്. എന്തുകൊണ്ട് വീടിന് ഒരുമിച്ചിറങ്ങിക്കൂടാ? വീട്ടിലുള്ള മെമ്പേഴ്സിന് ഒരുമിച്ചിറങ്ങാലോ. അപ്പോൾ ആ ഒരു പ്രസൻസ്, ആ ഒരു സർക്കിളിൽ നിന്ന് എപ്പോഴാണ് ഈ വ്യക്തിയുടെ അബ്സെൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അവിടെ നമ്മൾ മനസ്സിലാക്കണം എന്തോ ഒരു വിഷയമുണ്ട്. അതെന്താണെന്ന് തേടി പിടിച്ചാൽ ഒരുവിധം സ്വാഭാവികമായ എല്ലാ സംവിധാനങ്ങളിലും രക്ഷിതാക്കൾക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അശ്രദ്ധയാണ് അത് കണ്ടെത്താത്തതിൻ്റെ പ്രധാന കാരണം. തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ്. ഏറെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ആദ്യം പറഞ്ഞു കേട്ട പോലെ തന്നെ അമാനുഷിക ശക്തി കിട്ടുന്നു എന്ന് വരെ തോന്നുന്ന തരത്തിലാണ് ലഹരി ഉപയോഗിക്കുന്നതും പിന്നീട് അതിൻ്റെ അളവ് കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ വീടുകളിൽ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് കാര്യമായ ശ്രദ്ധയും ഒരു നിരീക്ഷണവും ഒക്കെ കുട്ടികളുടെ കാര്യത്തിൽ വേണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പങ്കുവെക്കുന്നതും. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 മലപ്പുറം.